വിദേശത്ത് കുടുങ്ങിപ്പോയ പട്ടിത്താനം സ്വദേശികളായ ദമ്പതികൾ മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലിൽ സുരക്ഷിതരായി നാട്ടിലെത്തി. പട്ടിത്താനം വിഷ്ണുഭവനിൽ ലിസിയുടെ മകൻ വിഷ്ണുവും ഭാര്യ ഗർഭിണിയായ ടിൻറ്റുവുമായിരുന്നു വിദേശത്ത് കുടുങ്ങിയത്. 10 വർഷക്കാലമായി വിഷ്ണു അബുദാബിയിലും സൗദിയിലുമായി ഷെഫായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യ ടിൻറ്റു 2 വർഷമായി ബഹ്റൈനിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയ ഇവർ കഴിഞ്ഞ ജൂലൈ 3-ന് വിസിറ്റിംഗ് വിസയിൽ ബഹ്റൈനിലേക്ക് തിരികെ പോയി. ബഹ്റൈനിൽ പുതുതായി ആരംഭിക്കുന്ന ഹോട്ടലിൽ ജോലി പ്രതീക്ഷിച്ചായിരുന്നു വിഷ്ണു എത്തിയത്. എന്നാൽ ഹോട്ടൽ ആരംഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടു. വിദേശത്തെത്തിയ ശേഷമായിരുന്നു ടിൻറ്റു ഗർഭിണിയായ വിവരം അറിയുന്നത്. തുടർന്ന് ഗർഭാവസ്ഥയിൽ ടിൻറ്റുവിന് വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കുടുംബം കടുത്ത പ്രതിസന്ധിയിലെത്തി. തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ദിവസങ്ങളും മാസങ്ങളും തള്ളി നീക്കുകയായിരുന്നു. വിഷ്ണുവിന് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയും മങ്ങി. തിരികെ നാട്ടിലെത്താൻ മാർഗമില്ലാതിരുന്ന അവസ്ഥയിലാണ് അമ്മ ലിസി കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി വി എൻ വാസവനെ സമീപിച്ചത്. തുടർന്ന് മന്ത്രി ബഹ്റൈനിലെ സാംസ്കാരിക സംഘടനയെ വിവരമറിയിക്കുകയും ആശങ്കകൾക്കൊടുവിൽ സംഘടന മുഖാന്തരം ഏകദേശം 2 ലക്ഷത്തോളം രൂപ മുടക്കി ഇരുവരെയും നാട്ടിലെത്തിക്കുകയുമായിരുന്നു. തിങ്കളാഴ്ച ഇരുവരും നാട്ടിലെത്തി. അത് സാഹചര്യത്തിൽ ഞാൻ ഇന്നലെയല്ല അതിന് മുമ്പത്തെ ഞാൻ സാറിനടുത്ത് വന്ന് എൻ്റെ സങ്കടങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞാൽ എൻ്റെ മോനിൻ്റെ പോലെ പോരാൻ ഒരു നിവൃത്തിയില്ല. മോളാണ് ഗർഭിണി, ഇതുവരെയായിട്ട് അവർക്ക് ചികിത്സ പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ സാഹചര്യം ഞാൻ സാറിന് പറഞ്ഞപ്പം ഞായറാഴ്ച ഞാൻ പറയുകയും 2 ദിവസത്തിനുള്ളിൽ സാറ് എനിക്ക് എൻ്റെ മോന് ടിക്കറ്റ് ഓക്കെ എന്ന് എൻ്റെ വിളിച്ചു പറഞ്ഞ് എൻ്റെ മോനെ ഇവിടെ എത്തിക്കാനുള്ള കാരണം സാറിൻ്റെ വലിയൊരു മനസ്സുകാരാണ് എൻ്റെ മോൻ ഇവിടെ ഇപ്പോൾ എത്തിയത്. എൻ്റെ മോനും മോളും ഇന്നലെ 2:40 ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ബഹ്റൈനിൽ നിന്ന് കയറി ഇവിടെ 9:30 നെടുമ്പാശ്ശേരിയിലെത്തി. 1 മണിയായപ്പോൾ എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ മോനും മരുമോളും. അപ്പം മോൾക്ക് ഈ യാത്രയുടെ പ്രശ്നങ്ങൾ കാരണം അവളിപ്പം തൊടുപുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അവൾ ട്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. മക്കൾ നാട്ടിലെത്തിയതിൻ്റെ സന്തോഷവും നന്ദിയും ലിസി ആനന്ദാശ്രുക്കൾ പൊഴിച്ച് മന്ത്രി വി എൻ വാസവനെ നേരിട്ടെത്തി അറിയിച്ചു. ബഹ്റിൽ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിപിനുമായി സംസാരിച്ചു. അതിനുശേഷം അവിടെ ഈ കലാ സാംസ്കാരിക സംഘടനാ സെക്രട്ടറി നാരായണൻ ചേട്ടനുണ്ട്, ഇതിൻ്റെ പാർട്ണറായിട്ടുള്ള ഷൈനുണ്ട്. അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു ക്ഷമിക്കേണ്ട, പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എത്ര പൈസയാണെന്ന് ഞാൻ ഇവിടുന്ന് അയച്ചു തരാം എന്നുള്ളത്. അപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു പൈസയോടില്ലാതെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം. ഏതായിരുന്നാലും അവരുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. ഞാനിവരോട് വിളിച്ച് സംസാരിച്ച് ഫോൺ നമ്പറൊക്കെ കൊടുത്തു. അവർ ബന്ധപ്പെട്ട് ആളുകളെ തേടി തിരിച്ചെടുത്തു. തിരിച്ചെന്നെ വിളിച്ചു, കിട്ടിയ ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോരാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ വിളിച്ചു, വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറ്റി അയക്കുമെന്ന് പറഞ്ഞു. രാത്രി അവരെ കയറ്റി അയക്കാൻ ഞാൻ എയർപോർട്ടിൽ നിന്ന് അവർ എന്നെ വിളിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ ഇവരെ അറിയിച്ചു. ഏതായാലും അവർ കൃത്യമായി യാതൊരു വിഷമവും കൂടാതെ നാട്ടിൽ തിരിച്ചെത്തി. പക്ഷേ എത്തിയപ്പോൾ 2 പേർക്കും അസുഖമാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റായ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ഇപ്പോൾ തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അവൻ്റെ കൂടെ നിൽക്കുകയാണ് ഭർത്താവ്. അപ്പോൾ അവർ ഈ വിഷയത്തിൽ ഉച്ച കഴിയുമ്പോൾ ഓഫീസിൽ കാണാൻ വരുമ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം KN വേണുഗോപാൽ, ഏരിയ സെക്രട്ടറി ബാബു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗം രതീഷ് നാഗരൻ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ആശങ്കയോടെ ഓരോ നിമിഷവും തള്ളി നീക്കിയ ലിസിക്ക് ഇത് ഒരു പുതുവത്സര സമ്മാനമായി മാറുകയായിരുന്നു.